സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടിയുള്ള നാടകമെഴുത്ത് താൻ അവസാനിപ്പിക്കുന്നുവെന്ന വിവാദമായ കിതാബ് ബൗണ്ടറി എന്നീ നാടകങ്ങളുടെ സംവിധായകൻ റഫീഖ് മംഗലശ്ശേരി പറയുന്നു. വിവാദങ്ങളിൽ ഭയമുള്ളതുകൊണ്ടാണ് നാടകമെഴുത്ത് അവസാനിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രീണന രാഷ്ട്രീയമുണ്ടെന്നും റഫീഖ് മംഗലശ്ശേരി കുറ്റപ്പെടുത്തി. ശ്രീജിത്ത് ശ്രീകുമാരനുമായി റഫീഖ് മംഗലശ്ശേരി നടത്തിയ അഭിമുഖത്തിൽ നിന്ന്. നാടകപ്രേമികളെ, റഫീഖ് മംഗലശ്ശേരിയെ ഓർമ്മയില്ലേ? 2018 കിതാബ്, 2022 ബൗണ്ടറി, രണ്ടും വിവാദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ മനസ്സിൽ തറയ്ക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള കുട്ടികൾക്കുള്ള നാടകമെഴുത്ത് അദ്ദേഹം നിർത്തുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സ്ഥിരമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടകവുമായി വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായി തുടർച്ചയായി വിവാദങ്ങൾ. കിതാബ് നാടകം നിങ്ങൾ മറന്നു കാണില്ല. കിതാബ് നാടകം ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടും സംസ്ഥാന കലോത്സവത്തിൽ കുട്ടികൾക്ക് മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് കളിക്കാനായില്ല. അന്ന് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കേരളത്തിലെ എല്ലാ മതമൗലികവാദികളും ഇസ്ലാമിക മതമൗലികവാദികളും ഒന്നിച്ച് ആ നാടകത്തിനെതിരെ വരികയായിരുന്നു. അങ്ങനെ സ്കൂൾ ആ നാടകത്തെയും മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് സ്കൂൾ ആ നാടകത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. രണ്ടാമത് വന്ന ബൗണ്ടറിയും ഇതുപോലെ സംഘപരിവാറായിരുന്നു. ആദ്യത്തെ നാടകത്തിൽ കിതാബിനെതിരെ വന്നത് ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ ബൗണ്ടറിക്കെതിരെ വന്നത് സംഘപരിവാറായിരുന്നു. അവരും ഇതുപോലെ വലിയ പ്രതിഷേധവും എതിർപ്പുകളും നാടകത്തിനെതിരെ ഉയർത്തി. പക്ഷേ ആ നാടകം സംസ്ഥാന കലോത്സവത്തിൽ 250ഓളം പോലീസുകാർ മഫ്റ്റിയിലും 250ഓളം പോലീസുകാർ യൂണിഫോമിൽ നിന്നിട്ട് കയറുകെട്ടി വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികൾ ആ നാടകം കളിച്ചത്. അങ്ങനെ കുട്ടികൾ നാടകം കളിക്കുന്ന ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കുട്ടികൾ ടെൻഷൻ അനുഭവിച്ച് നാടകം കളിക്കേണ്ടതിൻ്റെ ഒരു പ്രയാസം, വല്ലാത്തൊരു ടെൻഷനാണ് എന്നെ സംബന്ധിച്ചോളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നാടകം നിർത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ശ്രീ റഫീഖ്, അങ്ങ് എഴുതുമ്പോൾ ഇങ്ങനെ ആവുകയാണോ, അതോ ഇത് മനഃപൂർവ്വം വിവാദമാക്കാൻ വേണ്ടി എഴുതുകയാണോ? അല്ല, നമ്മൾ നാടകം എഴുതുന്നത് തീർച്ചയായിട്ടും സമൂഹത്തെ പരിഷ്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ നാടകം എഴുതുന്നത്. കൃത്യമായി എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. വെറുതെ നേരം പോക്കിന് കളിച്ചു പോകുന്ന ഒരു കലാരൂപമായിട്ട് ഞാൻ നാടകത്തെ കാണുന്നില്ല. നാടകം കൃത്യമായി സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് തന്നെയാണ് ഞാൻ നാടകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിതാബ് നാടകത്തിനെതിരെ നമ്മുടെ മുസ്ലിം മതമൗലികവാദികൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ, എതിരെയുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ സച്ചിദാനന്ദ മാഷ് അടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് പക്ഷേ അത് പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എങ്ങനെയാണ് നിങ്ങളത് നോക്കിക്കാണുന്നത്? അല്ല, സച്ചിദാനന്ദൻ അടക്കമുള്ള കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ കിതാബിന് വേണ്ടിയിട്ട് ഒപ്പിടുകയും ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പിൻവലിക്കുകയും ചെയ്ത ആളുകളാണ്. ഇതൊരു തരം സാംസ്കാരിക ഇരട്ടത്താപ്പാണ്. സ്വന്തം നാടകമില്ലാതെ റഫീഖ് മംഗലശ്ശേരി വീണ്ടും നാടക സദസ്സിലേക്ക് എത്തുകയാണ്. കാണിയായി. ഇത് അദ്ദേഹത്തിൻ്റെ സമരമാണ്, നാടക പ്രവർത്തകൻ്റെ പോരാട്ടമാണ്. VS രാഹുലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, ടീം 24 കൊല്ലം.